ഏവർക്കും മാനേജ്മെൻറ്റ് ആൻഡ് കൊമേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന രജിസ്ട്രേഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേമാണ്. പാർട്ണർഷിപ്പ് ഫേമിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. രജിസ്ട്രേഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം മീൻസ് entering the name of the firm along with the relevant details in the register kept with the Register of Firms. It is optional for a partnership firm to get registered. According to the Indian Partnership Act 1932, the partnership may get the firm registered with the Register of the states in which the firm is situated. എന്താണ് പറയുന്നത്? രജിസ്ട്രേഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേമിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് രജിസ്ട്രേഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എൻ്ററിങ് ദ നെയിം ഓഫ് ദ ഫേം എലോങ് വിത്ത് ദ റെലവൻറ്റ് ഡീറ്റെയിൽസ്. ആ രജിസ്ട്രേഷനിൽ എന്തൊക്കെയായിരിക്കും? ആ ഫേമിൻ്റെ പേരെന്താണ്, ആ ഫേമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെട്ടുകൊണ്ട് ഉള്ള കാര്യങ്ങളായിരിക്കും ആ രജിസ്ട്രേഷനിൽ ഉണ്ടാകുക. ഇതെന്ന് പറയുന്നത് തീർത്തും എന്താണ്? ഓപ്ഷണലാണ്. വേണമെങ്കിൽ ചെയ്യാം, കമ്പൽസറി ആയിട്ട് ചെയ്യണമെന്നില്ല. എന്നാൽ പാർട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം പറയുന്നത് എന്താണ്? പാർട്ട്നേഴ്സ് മേ ഗെറ്റ് ദ ഫേം രജിസ്റ്റേർഡ് വിത്ത് ദ രജിസ്ട്രാർ ഓഫ് ദ ഫേം ഓഫ് ദി സ്റ്റേറ്റ് ഇൻ വിച്ച് ദ ഫേം ഈസ് സിറ്റുവേറ്റഡ്. എന്താണ്? 1932 പ്രകാരം, പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരം ഇവർ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ, പാർട്ട്നേഴ്സ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അതെവിടെയായിരിക്കണം? ഏത് സ്റ്റേറ്റിലാണോ അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, ഏത് സ്റ്റേറ്റിലാണോ ആ പാർട്ണർഷിപ്പ് ഫേം നിലനിൽക്കുന്നത്, അവിടെയായിരിക്കണം അത് രജിസ്റ്റർ ചെയ്യാനുള്ളത്. രജിസ്റ്റേർഡ് ഫേം അക്വയർ മെനി ബെനിഫിറ്റ്സ് വെൻ ദ കമ്പയർഡ് ടു അൺരജിസ്റ്റേർഡ് ഫേം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? രജിസ്റ്റേർഡ് ഫേമുമായി നോക്കുമ്പോൾ അൺരജിസ്റ്റേർഡ് ഫേമിൽ നിന്ന് അൺരജിസ്റ്റേർഡ് ഫേമും രജിസ്റ്റേർഡ് ഫേമും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് കൂടുതൽ ബെനിഫിറ്റ്സ് ഉള്ളത് ഏതാണ്? ബെനിഫിറ്റ്സ് ഉള്ളതെന്ന് പറഞ്ഞാൽ രജിസ്റ്റേർഡ് ഫേമിനാണ്. മറ്റതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാട്ടോ. സോ ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു ഗെറ്റ് ഇറ്റ്സ് രജിസ്റ്റേർഡ്. അതുകൊണ്ട് തന്നെ കൂടുതലും എന്താണ്? രജിസ്റ്റർ ചെയ്യാനായിരിക്കും എല്ലാവരും തന്നെ അഡ്വൈസ് ചെയ്യുന്നത്. ദ രജിസ്ട്രേഷൻ ഓഫ് ദ ഫേം ക്യാൻ ബി ഡൺ അറ്റ് ദ ടൈം ഓഫ് ഫോർമേഷൻ ഓർ അറ്റ് എനി ടൈം ഡ്യൂറിങ് ഇറ്റ്സ് എക്സിസ്റ്റൻസ്. രജിസ്ട്രേഷൻ ഓഫ് ഫേം എപ്പോഴാണ് നമുക്ക് നടത്താൻ പറ്റുന്നത്? ആ ഫേം ഫോർമേറ്റ് ചെയ്യുമ്പോൾ, അതായത് ആ ഫേം നമ്മൾ തുടങ്ങാൻ ഫോർമേഷൻ, അതായത് തുടങ്ങുമ്പോൾ, ആ പാർട്ണർഷിപ്പ് ഫേം ആരംഭിക്കുന്ന ടൈമിൽ, അല്ലെങ്കിൽ ആരംഭിക്കുന്ന ടൈമിലോ അല്ലെങ്കിൽ അറ്റ് എനി ടൈം ഡ്യൂറിങ് ഇറ്റ്സ് എക്സിസ്റ്റൻസ്. ഇത്ര നിലനിൽക്കുന്ന കാലയളവിൽ ഏത് ടൈമിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം? രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ദ രജിസ്ട്രേഷൻ ഓഫ് ദ ഫേം ക്യാൻ ബി ഡൺ അറ്റ് ദ ടൈം ഓഫ് ഫോർമേഷൻ ഓർ എനി ഡ്യൂറിങ് ഇറ്റ്സ് എക്സിസ്റ്റൻസ്. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഫോർമേഷൻ ടൈമിൽ അല്ലെങ്കിൽ എക്സിസ്റ്റൻസിൻ്റെ ഏതെങ്കിലും ടൈമിൽ, നിലനിൽക്കുന്ന ഏതെങ്കിലും ടൈമിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? രജിസ്റ്റർ ചെയ്യാം. ഫോളോയിങ് ആർ ദ സ്റ്റെപ്സ് ടു ബി ക്യാരിഡ് ഔട്ട് ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് എ ഫേം. ഒരു ഫേം രജിസ്റ്റർ ചെയ്യുമ്പോൾ പാലിക്കേണ്ടതായിട്ടുള്ള സ്റ്റെപ്സാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം എന്താണെന്നാണ് പറഞ്ഞത്? ഒരു ഫേം രജിസ്ട്രേഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിനകത്ത് വേണ്ട കാര്യങ്ങൾ, ആ ഫേമിൻ്റെ പേര്, നെയിമും ബാക്കി ഡീറ്റെയിൽസും, അടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അതിനകത്തുണ്ടായിരിക്കണം. പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരം പറഞ്ഞിരിക്കുന്നത് എന്താണ്? രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ പാർട്ട്നേഴ്സ് എവിടെ രജിസ്റ്റർ ചെയ്യണം? ഏത് സ്റ്റേറ്റിലാണോ അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, ഏത് സ്റ്റേറ്റിലാണോ നിങ്ങൾ പാർട്ണർഷിപ്പ് തുടങ്ങുന്നത് അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കണം. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് എന്താണ്? അൺരജിസ്റ്റേർഡ് ഫേമും രജിസ്റ്റേർഡ് ഫേമും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ബെനിഫിറ്റ്സ് കൂടുതൽ ഏതിനാണ്? രജിസ്റ്റർ ചെയ്ത ഫേമിനാണ്. അതുകൊണ്ട് തന്നെ രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും കൂടുതലായിട്ട് ഇതെന്ന് പറയുന്നത്. ഈ രജിസ്ട്രേഷൻ എപ്പോൾ നടത്താം? കമ്പനി തുടങ്ങുന്ന ടൈമിലോ അല്ലെങ്കിൽ ആ കമ്പനി നടന്നുകൊണ്ടിരിക്കുന്ന ഡ്യൂറിങ് ഇറ്റ്സ് എക്സിസ്റ്റൻസ്, എപ്പോൾ കമ്പനി നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ, അതായത് അത് നിർത്തിപ്പോകാത്ത ഘട്ടത്തിൽ വരെ, അതായത് വൈൻഡിങ് അപ്പ് എത്താത്ത സ്റ്റേജ് വരെയുള്ള ഏത് സ്റ്റേജിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം? രജിസ്ട്രേഷൻ നടത്താനായിട്ട് പറ്റും. അതിൽ ഫസ്റ്റ് സ്റ്റെപ്സ് ഇനി പറയുന്നതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ. രജിസ്ട്രേഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ഫസ്റ്റ് വൺ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ആണ്. ആപ്ലിക്കേഷൻ ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം ഷുഡ് ബി സബ്മിറ്റഡ് ടു ദ രജിസ്ട്രാർ ഓഫ് ദ ഫേം. It should be signed by all partners and should contain the following particulars. എന്താണ് പറയുന്നത്? ആപ്ലിക്കേഷൻസ് എന്താണ്? സബ്മിറ്റ് രജിസ്ട്രാർ ഓഫ് ദ ഫേമിൻ്റെ രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ എല്ലാ പാർട്ട്നേഴ്സും
സൈൻ ചെയ്തിരിക്കുകയും വേണം. ആ രജിസ്റ്ററിൽ എല്ലാ പാർട്ട്നേഴ്സും സൈൻ ചെയ്തിരിക്കുകയും താഴെ പറയുന്ന കാര്യങ്ങൾ കൂടി വേണം. എന്തൊക്കെയാണ്? നെയിം ഓഫ് ദ ഫേം, ഫേമിൻ്റെ നെയിം, ലൊക്കേഷൻ ഓഫ് ദ ഫേം, എവിടെയാണ് ഫേം സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, എവിടെയാണോ അതിൻ്റെ ലൊക്കേഷൻ, നെയിം ഓഫ് അതർ പ്ലേസസ് വെർ ദ ഫേം ക്യാരീസ് ഓൺ ബിസിനസ്, ആ ഫേം വേറെ ബിസിനസ് എവിടെയെങ്കിലും നടത്തുന്നുണ്ട്, വേറെ ബ്രാഞ്ചുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ മെൻഷൻ ചെയ്തിരിക്കണം. ദ ഡേറ്റ് വെൻ ഈച്ച് പാർട്ട്ണർ ജോയിൻ ദ ഫേം, ഫേമിൽ ഓരോ പാർട്ട്ണറും ജോയിൻ ചെയ്തിട്ടുള്ള ഡേറ്റ് ഉണ്ടായിരിക്കണം. നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ പാർട്ട്നേഴ്സ്, പാർട്ട്നേഴ്സിൻ്റെ നെയിമും അഡ്രസ്സും ഉണ്ടായിരിക്കണം. ഡ്യൂറേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, ഈ പറഞ്ഞതെല്ലാം എന്തായിരിക്കണം? സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോം ഫസ്റ്റ് സ്റ്റെപ്സിൽ വരുന്നതാണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. പേയ്മെൻറ്റ് ഓഫ് ഫീ ആണ്. റിക്വയർഡ് ഫീ ഷുഡ് ബി ഡെപ്പോസിറ്റഡ് വിത്ത് ദ രജിസ്ട്രാർ ഓഫ് ഫേം, രജിസ്ട്രാർ ഓഫ് ഫേമിന് എത്ര രൂപയാണോ അതിന് പറഞ്ഞിരിക്കുന്നത് പേയ്മെൻറ്റ് ഓഫ് ഫീ, ആ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഫേം എന്ന് പറയുന്ന ഓരോ ടൈമിലും വേരിയേഷൻ കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ എത്രയാണ് ഫീ പറഞ്ഞിരിക്കുന്ന ആ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയാണ് സെക്കൻഡ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. തേർഡ് സ്റ്റെപ്സ് എന്താ? ഇഷ്യൂ സർട്ടിഫിക്കറ്റ് ആണ്. The registrar, after scrutinizing the details in the application form, will make an entry in the register of firm. എന്താണ് രജിസ്ട്രാർ ആഫ്റ്റർ സ്ക്രൂട്ടിനൈസിങ് എന്ന് പറഞ്ഞാൽ എന്താ? സൂക്ഷ്മമായിട്ട് പരിശോധിച്ചതിന് ശേഷം അതിനകത്തുള്ള ആപ്ലിക്കേഷനും കാര്യങ്ങളും എല്ലാം കറക്റ്റാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം ഇഫ് ദ രജിസ്ട്രാർ ഈസ് സാറ്റിസ്ഫൈഡ് വിത്ത് ഓൾ ദ റിക്വയർമെൻറ്റ് he will subsequently issue the certificate of registration. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദ രജിസ്ട്രാർ ഈസ് സാറ്റിസ്ഫൈഡ്, അത് എന്താ ഒരു ആ പുള്ളിക്ക് തൃപ്തിയായിട്ടുണ്ടെങ്കിൽ, ആ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ആ പുള്ളിക്ക് തൃപ്തിയാവും അല്ലേ? ആ പുള്ളിക്ക് തൃപ്തിയായിട്ടുണ്ടെങ്കിൽ, രജിസ്ട്രാർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ, രജിസ്ട്രാർ സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ എന്താണ്? ആ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള പേപ്പറും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ടുണ്ടായിരിക്കണം. അത് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ ആ രജിസ്ട്രാർ എന്ത് തരും? സബ്സിക്വൻ്റ്ലി ഇഷ്യൂ ദ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ, ഒരു സർട്ടിഫിക്കറ്റ് തരും. എന്താണ്? സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന സർട്ടിഫിക്കറ്റ് തരും. ഇറ്റ് പ്രൊവൈഡ് കൺക്ലൂസീവ് പ്രൂഫ് ഓഫ് ദ എക്സിസ്റ്റൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഫേം. ഇതാണ് എന്താണ് പ്രൂഫ്? എന്താ? പാർട്ണർഷിപ്പ് ഫേം നിലവിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രൂഫാണ് ഇഷ്യൂ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്ന കോൺസിക്വൻസസ് ഓഫ് നോ രജിസ്ട്രേഷൻ ഓഫ് ഫേം. അതായത് ഫേം രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ, കോൺസിക്വൻസ് എന്ന പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നതെന്നാണ് നമ്മളിനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ കോൺസിക്വൻസസ് ഓഫ് നോൺ രജിസ്ട്രേഷൻ ഓഫ് എ ഫേം ആർ: ഫസ്റ്റ് വൺ, എ പാർട്ട്ണർ ഓഫ് ആൻ അൺരജിസ്റ്റേർഡ് ഫേം കനോട്ട് ഫയൽ എ സ്യൂട്ട് എഗൻസ്റ്റ് ദ ഫേം ഓർ അതർ പാർട്ട്നേഴ്സ്. ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്. പാർട്ട്നേഴ്സ് ആവുമ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു? ഡിസ്പ്യൂട്ട്സും കാര്യങ്ങളും ഉണ്ടാവും അല്ലേ? വഴക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫേമിൽ അങ്ങനെ വഴക്കും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ എന്താണ്? രജിസ്റ്റർ ചെയ്യാത്തൊരു ഫേം ആണ് എങ്കിൽ ഒരിക്കലും എന്താണ്? സ്യൂട്ട് ഫയൽ ചെയ്യുക, അതായത് കേസ് കൊടുക്കാനായിട്ട് പറ്റില്ല. ഒരു പാർട്ട്ണർക്കെതിരെ മറ്റൊരു പാർട്ട്ണർക്ക് കേസ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. അൺരജിസ്റ്റേർഡ് ഫേം ആയതുകൊണ്ട് തന്നെ, അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫേം ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പാർട്ട്ണറെ നമ്മുടെ ഭാഗത്ത് ശരിയെങ്കിൽ കൂടി മറ്റൊരാൾക്കെതിരെ നമുക്ക് കേസ് ഫയൽ ചെയ്യാനും മറ്റു കാര്യങ്ങളൊന്നും സാധിക്കില്ല. അടുത്ത പോയിന്റ്, അൺരജിസ്റ്റേർഡ് ഫേം കനോട്ട് ഫയൽ എ കേസ് എഗൻസ്റ്റ് ദ പാർട്ട്നേഴ്സ്. എന്താണ് പറഞ്ഞത്? ആദ്യം ഒരു പാർട്ട്ണർക്കെതിരെ ചെയ്യാൻ പറ്റില്ല എന്നാണ്, ഫേം ഓർ അതർ പാർട്ട്നേഴ്സിനെതിരെ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞാൽ അൺരജിസ്റ്റേർഡ് ഫേം കനോട്ട് ഫയൽ എ കേസ് എഗൻസ്റ്റ് ദ പാർട്ട്നേഴ്സിന് എതിരെ ഫേമിന് കൊടുക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. തേർഡ് വൺ, അൺരജിസ്റ്റേർഡ് ഫേം കനോട്ട് ഫയൽ സ്യൂട്ട് എഗൻസ്റ്റ് ദ പാർട്ടീസുമായിട്ട് മറ്റ് പാർട്ടീസ്, ഇപ്പോൾ നമ്മൾ ബിസിനസ് നടത്തുന്ന മറ്റ് പാർട്ടീസുമായിട്ട് എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റും നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് തേർഡ് പാർട്ടിക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കേസ് ഫയൽ ചെയ്യാനും കാര്യങ്ങളൊന്നും പറ്റില്ല. കാരണം എന്തായാലും രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തൊരു ഫേം ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ കാര്യത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നിലവിൽ ഇത്രേ ഉള്ളൂ. അൺരജിസ്റ്റേർഡ് ഫേം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലീഗലി ഒരു വാലിഡിറ്റി ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ കേസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർട്ട്ണർക്കെതിരെയാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു തേർഡ് പാർട്ടിക്കെതിരെയാണെങ്കിലും ഫേമും പാർട്ട്നേഴ്സും തമ്മിലാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും കേസോ കാര്യങ്ങളോ ഫയൽ ചെയ്യാനോ ഒരു സപ്പോർട്ട് ഉണ്ടാവില്ല.
ഇവൻ രജിസ്റ്റേർഡ് ഫേം ആണെങ്കിൽ ഈ സപ്പോർട്ടെല്ലാം ലീഗലി ഉണ്ടായിരിക്കും. അതാണ് അൺരജിസ്റ്റേർഡ് ഫേമും രജിസ്റ്റേർഡ് ഫേമും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. എപ്പോഴും നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മളൊരു ഫേമുമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് രജിസ്ട്രേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേമും അതിൻ്റെ കോൺസിക്വൻസസ് ഓഫ് നോൺ രജിസ്ട്രേഷൻ ഓഫ് ഫേമുമാണ് നമ്മളിന്ന് ചർച്ച ചെയ്തു പോയത്. നിങ്ങൾക്ക് ഒരു ക്ലാസ് എന്തെങ്കിലും തരത്തിൽ പ്രയോജനകരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്ത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.